ആകപ്പാടെ അവന്റെ പെരുമാറ്റത്തിൽ ഒരു മരവിപ്പ് നിറഞ്ഞ പോലെ അമ്മയ്ക്ക് തോന്നുന്നത്. ആരോടും പറയാൻ പറ്റാത്ത പോലെ അവന്റെ മനസ്സിൽ എന്തോ പ്രശ്നങ്ങളുള്ള പോലെ. താൻ എന്താ ആലോചിക്കുന്നേ? തനിക്ക് എന്താ പറ്റിയേ? ഇങ്ങോട്ട് വരുമ്പോ ഇങ്ങനെ ആയിരുന്നില്ല. എനിക്ക് വിശക്കുന്നില്ല. അയ്യോ, തനിക്ക് മതിയായെങ്കിൽ എന്റെ കൈ കഴുകിക്കോ. അയ്യോ, നീ എന്തേ കാണിച്ചേ? എന്റെ സാരി. അയ്യോ സോറി അവന്തികെ, ഞാൻ അറിയാതെ പറ്റിയതാ. ഞാൻ ഇനി എന്ത് ചെയ്യും? സാരിയിൽ മുഴുവൻ ചിക്കൻ കറിയായി. അയ്യോ, അമ്മയ്ക്കിപ്പോ ചിക്കന്റെ സ്മെല്ലായിരിക്കും. അവന്തിക്ക് എന്തായാലും സമുദ്രകേന്ദ്ര അബദ്ധം പറ്റി. നമുക്കൊരു കാര്യം ചെയ്യാം. തൽക്കാലം വാഷ്റൂമിൽ പോയിട്ട് ഇതൊന്ന് കഴുകിയിട്ട് നേരെ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. അവിടെ ചെന്ന് കുളിച്ച് റെഡിയായി അവന്തിയേക്കും മോക്കും കൂടി വീട്ടിലോട്ട് പോവാമല്ലോ. അവന്തിക വാ, ഞാൻ കഴുകിത്തരാം. എന്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമല്ലേ? വേണ്ട, ഞാൻ തന്നെ പോയി കഴുകിക്കോളാം. എന്നിട്ട് വീട്ടിൽ പോയി ഡ്രസ് ചേഞ്ച് ചെയ്യാം. മോള് വാ, പോവാം. അമ്മ പോക്കോ, ഞാൻ ഇവരോട് ബീച്ചിൽ പോയിട്ട് വരാം. ആന്റിക്കും അങ്കിളിന് അത് ബുദ്ധിമുട്ടാവും. മോൾ അമ്മയുടെ കൂടെ വാ. അയ്യോ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. മോളെ ഞങ്ങൾ നോക്കിക്കോളാം. ആന്റി പൊക്കോ, ചിപ്പെ ഞങ്ങളെ വീട്ടിൽ കൊണ്ട് വിട്ടോളാം. അല്ലേ അച്ഛാ? ആ പിന്നല്ലാതെ, ചിപ്പി മോളെ ഞങ്ങൾ കൊണ്ടുവന്നോളാം. സോറി അവന്തിക, എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിയാതെ പറ്റിയതാ. ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ കാര്യം? പറ്റിപ്പോയില്ലേ. ഞാൻ വാഷ്റൂമിൽ പോയി ഇത് കഴുകിയിട്ട് നേരെ വീട്ടിൽ പോവാം. മോളെ നിങ്ങൾ കൊണ്ടാക്കിയാൽ മതി. എനിക്ക് അബദ്ധം പറ്റിയതൊന്നും അല്ലടി. ഞാനിത് മനഃപൂർവ്വം ചെയ്തതാ. ഇതൊരു തുടക്കം മാത്രം. അർച്ചനാവതിക മത്സര സീസൺ ഇവിടെ തുടങ്ങാടി. അർച്ചന ആരാന്ന് എനിക്കറിയില്ല. ഞാൻ സമൃദ്ധയാ, അഡ്വക്കേറ്റ് ഗോകുൽ രാജന്റെ ഭാര്യ. ഇത്രയും നാൾ നീയായിരുന്നു എനിക്ക് കൂട്ട്. അച്ഛനെ അന്വേഷിച്ചുള്ള എൻ്റെ യാത്രയിൽ മുഴുവൻ നീ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. എൻ്റെ സങ്കടങ്ങളെല്ലാം നിനക്കറിയാം.
ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി. അർച്ചന ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല. അവൾ എന്നെ പൂർണ്ണമായും മറന്നിരിക്കുന്നു. ഇനി എന്തിനാ ഞാൻ ജീവിക്കുന്നത്? എല്ലാം ഇന്നത്തോടെ അവസാനിപ്പിക്കാം. അവൾ എന്നെ മറക്കുന്ന നിമിഷം എന്റെ മരണമാണെന്ന് ഞാൻ മുമ്പേ തീരുമാനിച്ചതാ. അത് ഞാൻ നടപ്പാക്കാൻ പോവാ. എന്റെ അവസാന യാത്രയിലും മരണത്തിന് തൊട്ടു മുമ്പ് വരെ നീ എന്നെ കൊണ്ടു നടന്നു. നന്ദിയുണ്ട്. ആർത്തലിക്കുന്ന തിരകൾ നീ കണ്ടില്ലേ? ഇതിനകത്ത് ഞാനും ഓടുന്നു. അതിന് നീ മാത്രമാണ് സാക്ഷി. നീ മാത്രം. ഗുഡ് ബൈ. ഈശ്വര, അമ്മയാണല്ലോ. സച്ചി അന്വേഷിക്കാനായിരിക്കും വിളിക്കുന്നത്. ഹലോ അമ്മേ. ആ മോളെ, അമ്മയാ. മനസ്സിലായമ്മേ, എന്താ കാര്യം? സച്ചി ഇതുവരെ വന്നില്ല. അവനെ വിളിച്ചിട്ടാണെ കിട്ടുന്നുമില്ല. അവൻ എവിടെയാണെന്ന് മോക്കറിയാവോ? ഇന്ന് മോളെ അവൻ കാണാൻ വന്നിരുന്നോ? രാവിലെ ഞങ്ങൾ തമ്മിൽ കണ്ടായിരുന്നു. പിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല. ദൂരെ ഇങ്ങോട്ട് ഓട്ടം പോകുമെന്ന് പറഞ്ഞായിരുന്നു. സച്ചി വരാത്തതുകൊണ്ട് ഞാനും ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. എനിക്കാകെ പേടി തോന്നുന്നു മോളെ. പണ്ടൊക്കെ അവൻ ഇത്തിരി വൈകിയാലും എനിക്ക് ഇത്രയ്ക്ക് ആദ്യമൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അതല്ല അവസ്ഥ. അവനിപ്പോ ഞങ്ങളോട് ആരോടും അധികം സംസാരിക്കുന്നില്ല. ആകെപ്പാടെ അവന്റെ പെരുമാറ്റത്തിൽ ഒരു മരവിപ്പ് നിറഞ്ഞ പോലെ അമ്മയ്ക്ക് തോന്നുന്നത്. ആരോടും പറയാൻ പറ്റാത്ത പോലെ അവന്റെ മനസ്സിൽ എന്തോ പ്രശ്നങ്ങളുള്ള പോലെ. അവന്റെ കാര്യമെന്ന് പറയാൻ ഇപ്പോ ഞങ്ങൾക്ക് മോളല്ലാതെ വേറെ ആരുമില്ല. മോളും കൂടി ഇല്ലായിരുന്നെങ്കിൽ അവന്റെ ജീവിതം എന്നേ തീർന്നു പോയത്. മോളെ, അവനെ വിളിച്ചിട്ട് കിട്ടുകയാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് വരാൻ പറയണേ. പറയാമ്മേ. ആ സച്ചിയെ കിട്ടിയാലോടെ ഞാൻ അമ്മയെ വിളിക്കാം. ആ ശരി മോളെ. പേടിക്കാനൊന്നുമില്ല. എവിടെയോ ദൂരെ ഓട്ടം പോയതായിരിക്കും.